ഈ 6 ചക്രകൾ കൃത്യമായിട്ടുള്ള ക്ലെൻസിങ് നടക്കണം വേണ്ടേ. അതിന് ഏറ്റവും നല്ലത് ഓംകാരം കേൾക്കുകയാണ്. ഒരു 21 തവണയെങ്കിലും ജസ്റ്റ് ഓംകാരം കേൾക്കാൻ തയ്യാറായാൽ അനാവശ്യ ഊർജം നമുക്ക് സ്ട്രെസ് റിലീഫായിരിക്കും. ഇവിടെ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഷുഗർ എന്നുള്ള അവസ്ഥ. ഇവിടെ ഭഗവാന്റെ നേദ്യാണ് കഴിക്കണമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ദിനചര്യ ഉണ്ടെങ്കിൽ അയാൾക്ക് രോഗം ബാധിക്കുന്നില്ല. തിങ്കളാഴ്ച വ്രതം എടുത്തു, ചൊവ്വാഴ്ച മൂക്കും മുട്ട കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഹാർട്ട് ചക്ര എപ്പോഴും ക്ലെൻസ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാംസാഹാരം നമ്മളുടെ ശരീരത്തിൽ ദുർമേധസ് വർദ്ധിപ്പിക്കും. ഞാൻ ജനിക്കുമ്പോൾ തന്നെ വിധിച്ചിട്ടുണ്ട്, ഇയാളാണ് നിനക്ക് വരിക ഭർത്താവായിട്ട്. കൊയ്യണ സ്ഥലത്തുനിന്നും പണിയെടുക്കുന്ന സ്ഥലത്തുനിന്നും ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നും പോയി പ്രസവിച്ച കാലഘട്ടമാണ് അന്നത്തെ കാലത്തുണ്ടാകുന്നത്. അവരൊരു ഫാസ്റ്റിംഗ് ചെയ്തിരുന്നില്ല. ഗംഗാമേ, നമ്മുടെ ഈ സെലിബ്രിറ്റീസൊക്കെ ആക്ടേഴ്സൊക്കെ അവരൊക്കെ കൂടുതലായിട്ടും ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ തന്നെ ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ വൈഫ് അനുഷ്ക ശർമ്മയാണെങ്കിലും കരീനയാണെങ്കിലും ഇവരെയൊക്കെ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇവർ കൂടുതലായിട്ടും മെഡിറ്റേഷൻസും അതേപോലെ അത്തരം കൂടുതലായിട്ടും ആ ഒരു യോഗ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ നിത്യേന ജീവിതത്തിൽ ഈ ഒരു ഫാസ്റ്റിംഗ് അനുഷ്ഠിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. സ്പിരിച്വാലിറ്റി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇത്തരം ഫാസ്റ്റിങ്ങുകൾ, ഈ തിങ്കളാഴ്ച വ്രതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇത്തരം ഫാസ്റ്റിങ്ങുകൾ എന്തെങ്കിലും ഉപകാരം ചെയ്യും? ആദ്യമായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഭാര്യമാർ ചെയ്യണതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പണ്ട് എൻ്റെയൊക്കെ മുത്തശ്ശിമാരെയും കാലത്തിൽ കണ്ടത്തിൽ നിന്ന്, അതായത് കൊയ്യണ സ്ഥലത്തുനിന്നും പണിയെടുക്കുന്ന സ്ഥലത്തുനിന്നും ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്നും പോയി പ്രസവിച്ച കാലഘട്ടമാണ് അന്നത്തെ കാലത്തുണ്ടാകുന്നത്. അവരൊരു ഫാസ്റ്റിംഗ് ചെയ്തിരുന്നില്ല. അവരെന്താ ചെയ്തിരുന്നു? അവർ ശരിയായ കൃത്യമായ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു അവർക്ക്. ജീവിതചര്യ കൃത്യമായി രാവിലെ എത്ര മണിക്ക് എണീക്കുക, ഇന്ന ഫുഡ്, അതായത് മായം കലരാത്ത ഫുഡ്. ഇതാണ് പ്രധാന പ്രശ്നം. നമ്മളുടെ രോഗത്തിന് പ്രധാന കാരണം നമ്മൾ മായം കലർന്ന ഫുഡാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് മാംസാഹാരങ്ങൾ കഴിക്കണ ഒരു സ്ത്രീയാണെങ്കിൽ അവർ എപ്പോഴും രോഗത്തിന് അഡിക്റ്റ് ആവും. കാരണം മാംസം ഞാൻ കഴിക്കണ്ടെന്ന് പറയണില്ല, എതിർക്കണമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാംസാഹാരം നമ്മളുടെ ശരീരത്തിൽ ദുർമേധസ് വർദ്ധിപ്പിക്കും. ഈ ദുർമേധസ് വർദ്ധിക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ശരീരം രോഗത്തിന് അഡിക്റ്റ് ആവും. പ്രത്യേകിച്ച് കൊളസ്ട്രോള് അങ്ങനത്തെ രോഗത്തിന് അഡിക്റ്റ് ആവും. അത്ര ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ധ്യാനത്തിൽ പോയിരുന്ന ശരീരം ശരിയാവില്ല. ഇല്ല, യോഗ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അഭ്യാസമാണ്, ശാരീരിക വ്യായാമമാണ് യോഗ. പക്ഷെ മെഡിറ്റേഷൻ ശാരീരിക വ്യായാമമല്ല. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വലിയൊരു ട്രാൻസ്ഫോമറാണ് എന്ന് വിചാരിക്കുക. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് കൊണ്ടുപോകണ ലൈനിലേക്കെല്ലാം വലിക്കേണ്ടത് നമ്മളുടെ ശരീരത്തിലുള്ള 6 ചക്രയിൽ കൂടെയാണ് ഇതിലെല്ലാം പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താദ്യം ക്ലെൻസ് ആവണം? ഈ 6 ചക്രകൾ കൃത്യമായിട്ടുള്ള ക്ലെൻസിങ് നടക്കണം വേണ്ടേ. അതിന് ഏറ്റവും നല്ലത് ഓംകാരം കേൾക്കുകയാണ്. ഈ ഓം എന്നിങ്ങനെ എത്രയോ നീട്ടിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നീട്ടിയെടുക്കുമ്പോൾ ശരീരത്തിൻ്റെ അനാവശ്യ അതായത് ടോക്സിനുകളോ അനാവശ്യ ഊർജങ്ങളെല്ലാം പുറന്തള്ളപ്പെടും. അത് കാരണം എൻ്റെ ഒരു ക്ലാസ് നടക്കുകയാണ്, ടാരോ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ഒരു ലേഡി എനിക്ക് യന്ത്രത്തിന് വേണ്ടിയിട്ട് പൈസ പേയ്മെൻറ്റ് ചെയ്തു. എൻ്റെ വിചാരം ഇവർ ടാരോ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ പേയ്മെൻറ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഇവരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 പേരപ്പോൾ ഒരേ സമയത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് നടക്കുമ്പോൾ, ലൈവ് ക്ലാസ് നടക്കുമ്പോൾ 4 പേര് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓംകാരം പ്രണവോപാസന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ടാരോ പഠിക്കാൻ വരുന്നവർക്ക്. അപ്പോൾ ടാരോയിൽ ഇങ്ങനെ ഓം എടുക്കുമ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസതടസ്സം തുടങ്ങി. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരൊക്കെ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു. കാരണം എനിക്ക് മനസ്സിലായി ഏകദേശം 20-24 പേരുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ച് 10-40 പേര് അടുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ബാച്ചാണ്. അപ്പോൾ ഈ ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് ടാരോ പഠിപ്പിക്കും. ഒരു സെപ്റ്റംബർ ഇതിൽ തുടങ്ങി കഴിഞ്ഞ അബാക് മീഡിയയുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ടാരോ ഇവരുടെ ഇങ്ങനെ ടാരോ ക്ലാസ് നടക്കുമ്പോൾ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് തുടങ്ങിയത് ആദ്യം. ഇവർ ഇങ്ങനെ എനർജി എനിക്ക് കണക്റ്റ് ആയപ്പോൾ എനിക്ക് ശ്വാസതടസ്സം.
അപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്യണം, ഇവർക്ക് നല്ല ശ്വാസം മുട്ടാണ്. ഞാൻ ചോദിക്കേണ്ട ആർക്കാണ് ശ്വാസം മുട്ട്, പക്ഷേ ഇവർ ട്രെയിനിലായ കാരണം ഇവർ പറയണത് എനിക്ക് കേട്ടില്ല. രാത്രി എനിക്ക് പോയിട്ട് മെസ്സേജ് ഇട്ടോ, ഗംഗാമ്മേ ശ്വാസം മുട്ട് എനിക്കായിരുന്നു, കാരണം അതേ ശ്വാസതടസ്സം എനിക്കാണ്. കാരണം ഇവരുടെ ഓറ എനിക്ക് കണക്റ്റാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുക. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ക്ലെൻസ് ആവും, ഞാനെന്ന വ്യക്തിയിലേക്ക് ആ ഊർജ്ജം പെട്ടെന്ന് പ്രൊഡ്യൂസ് ആവും, അല്ലെങ്കിൽ അവരുടെ ഊർജ്ജം എന്നിലേക്ക് അട്രാക്റ്റ് ആവും. അപ്പോൾ അവർ ക്ലെൻസായി, ഞാൻ അവരെ ഊർജ്ജം, അവരുടെ എനർജി നെഗറ്റീവ് വായിച്ചുകൊണ്ട് ഞാൻ നടക്കും. പക്ഷേ എനിക്കത് ക്ലെൻസ് ചെയ്യാൻ കഴിവുള്ള കാരണം കൊണ്ട് എനിക്കത് കുറച്ച് നേരമാണ്, കാരണം അവരെ ഊർജ്ജമായിട്ട് കണക്റ്റ് ആകുമ്പോൾ എനിക്ക് കുറച്ച് നേരം ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾക്ക് എപ്പോഴാണ് രോഗം വരിക? നമ്മളുടെ ശരിയായ ഉറക്കമില്ലെങ്കിൽ, ശരിയായ ഭക്ഷണം ഇല്ലെങ്കിൽ, അസ്ഥാനത്തുള്ള കുളി, അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ജീവിതചര്യ, അപ്പോഴാണ് നമുക്ക് മനുഷ്യന് രോഗം ബാധിക്കുന്നത്. കൃത്യമായിട്ട് പോണ ഒരാൾക്കൊരു രോഗമുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പം മോള് ചോദിച്ചു എന്ത് വ്രതമാണ്. ദേഹത്തെ ദണ്ഡിച്ച് ഒരു വ്രതം എടുക്കാനും ഒരു പുരാണം പറയണില്ല. ദേഹത്തെ ദണ്ഡിച്ചുകൊണ്ട് ഒരു വ്രതം എടുക്കാൻ ഒരു ദേവതയും പറയണില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ദിനചര്യ ഉണ്ടെങ്കിൽ അയാൾക്ക് രോഗം ബാധിക്കണില്ല. രോഗം ബാധിക്കുന്ന ആളാണ് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെന്നുള്ളത് ചിന്തിക്കണത്. അപ്പോൾ രോഗം ബാധിക്കാതിരിക്കാൻ പരമാവധി നോക്കുകയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു ദിനചര്യ ഉണ്ടെങ്കിൽ, രാവിലെ എത്ര നേരത്തെ എണീച്ചു, നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷനിലിരിക്കും. മെഡിറ്റേഷനിലിരിക്കുക എന്ന് പറയുമ്പോൾ കുറേ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല പറയണത്. കുറച്ച് നേരം ഓംകാരെങ്കിലും ജസ്റ്റ് ഒരു 21 തവണയെങ്കിലും ജസ്റ്റ് ഓംകാരം കേൾക്കാൻ തയ്യാറായാൽ അനാവശ്യ ഊർജം നമുക്ക് സ്ട്രെസ് റിലീഫായിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗായത്രി കേൾക്കാം. ഗായത്രി നല്ലതാണ്, പക്ഷെ ഗായത്രിക്ക് പെട്ടെന്ന് പവറായിരിക്കും, പെട്ടെന്ന് പവർ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്കിത് ആകെ ഡിപ്രഷനാവും. ഈ പവർ കിട്ടുമ്പോൾ ഇവർക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള അറിയാതെയുള്ള ഒരു ഡിപ്രഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഓംകാരം ജപിക്കാൻ പറയണത്. അറിയണ ഒരു വ്യക്തിയാണ് ഗായത്രി ജപം മതി. ഒരു 21 ദിവസം നിത്യം ഗായത്രി ജപിച്ചാൽ പെട്ടെന്ന് എനർജറ്റിക് ആവും, ശരീരത്തിന് ഒരു രോഗം ബാധിക്കില്ല. ഗായത്രി കൂടാണ്ട് അത്രയും പവർഫുള്ളായ ഒരു മന്ത്രം കൂടിയുണ്ട്. അത് ജപിക്കുകയാണെങ്കിലും ഇതേപോലെ എനർജി കിട്ടും. അത് ദുർഗയുടെ തൃഷ്ടുപ്പാണ്, ദുർഗാ തൃഷ്ടുപ്പാണ്. ഈ ദുർഗാ തൃഷ്ടുപ്പും ഗായത്രിക്ക് ഒരേ എഫക്റ്റാണ് നിൽക്കുക. പക്ഷെ എല്ലാവർക്കും എളുപ്പം ഗായത്രി ജപിക്കാനാണ്. ദുർഗാ തൃഷ്ടുപ്പ് ഇങ്ങനെ ജപിച്ച് പരിചയമില്ലാത്ത കാരണം കൊണ്ടായിരിക്കും ആരും അതിനെക്കുറിച്ച് അധികം പരാമർശിക്കുന്നത് കാണാനില്ല. ഇതേ എഫക്റ്റ് ദുർഗാ തൃഷ്ടുപ്പ് ജപിച്ചാലും കിട്ടും. അപ്പോൾ ശരീരത്തിൽ അനാവശ്യ ടോക്സിനുകൾ ഒഴിവാക്കിയാൽ തന്നെ, നമ്മുടെ ജീവിതചര്യ മാറ്റിയാൽ തന്നെ ഈ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തനാവാൻ പറ്റും. അത് പറഞ്ഞില്ലേ, നമ്മൾ കഴിക്കണ ഭക്ഷണം, കുളിക്കണത്, അതുപോലെ തന്നെ കിടന്നുറങ്ങണത്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചര്യകൾക്ക് വ്യത്യാസം വരുമ്പോൾ അപ്പോൾ നമ്മളുടെ ബോഡിയിലും അതെല്ലാം വരും. പിന്നെ പുറത്ത് പോയ സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അതിനെ ഫേസ് ചെയ്യാതിരിക്കണ ഒരു ഒളിച്ചോട്ടമുണ്ടല്ലോ. നമ്മൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടും തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ വരും. അതിനാണ് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഹാർട്ട് ചക്ര നല്ല രീതിയിൽ ക്ലെൻസ് ആയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. എപ്പോഴും ഹാർട്ട് ചക്രയാണ് ക്ലിയർ ആയിരിക്കേണ്ടത്. കാരണം എല്ലാ ചക്രയും ക്ലിയർ ആയിരിക്കണം, പക്ഷെ എപ്പോഴും ഇമോഷണലി ഇൻബാലൻസിങ് ഉണ്ടാവുക ഹാർട്ട് ചക്രയിലാണ്. അപ്പോൾ ഹാർട്ട് ചക്ര എപ്പോഴും ക്ലെൻസ് ആക്കിക്കൊണ്ടേയിരിക്കണം. അവിടെ ക്ലെൻസ് ആയില്ലെങ്കിൽ നമുക്ക് വലിയൊരു ഭാരം പോലെയായിരിക്കും ജീവിതം തോന്നുക. എപ്പോഴും ഇമോഷണലി ബ്ലോക്കഡ് ആയിരിക്കും. പിന്നെ ആളെങ്ങനെയാണ് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുക? അപ്പോൾ ആദ്യം എപ്പോഴും നോക്കുമ്പോൾ എല്ലാ ചക്രയും ഈക്വൽ ആയിരിക്കണം, പക്ഷെ എപ്പോഴും ചക്ര എപ്പോഴും ക്ലെൻസ് ആക്കി വെക്കാൻ തയ്യാറാവണം. അപ്പോൾ ഒരു സ്ത്രീക്ക് എന്നല്ല, ഒരു പുരുഷന് എന്നല്ല, ആർക്കും രോഗം വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ഒരുപാട് വ്രതങ്ങൾ എടുക്കണം. ഒരുപാട് പേരെ എനിക്കറിയാം. ഈ വ്രതങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കണതാ? ശരീര ശുദ്ധീകരണം, പരിവർത്തനത്തിന് വേണ്ടിയിട്ട് എടുക്കണതാ. അടുത്ത നിമിഷം വയറു നിറയെ മൂക്കുമുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? തിങ്കളാഴ്ച വ്രതം എടുത്തു, ചൊവ്വാഴ്ച മൂക്കുമുട്ട കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് ഒരേ രീതിയിൽ രാവിലെ ഇത്ര മണിക്ക് എണീറ്റു, കുളിച്ചു, ലഘു ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ചെറുതായിട്ട് കഴിച്ചു, വൈകുന്നേരം കഴിച്ചു. മാംസാഹാരം ഒരു പരിധിക്കപ്പുറം ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ രോഗങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ളൊരു പ്രശ്നം ഭക്ഷണ രീതിയുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടല്ലോ, കയറി വന്ന പുതിയൊരു ഭക്ഷണ രീതി, ഇത് ഒരുപാട് ആൾക്കാരെ ഹെൽത്ത് ഇഷ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ വ്രതം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? നമ്മളെ ഭക്ഷണ രീതി ആദ്യം നോക്കണം. അവിടെയാണ് പ്രധാന പ്രശ്നം. തിരുവാതിര
നാളുടെ വ്രതം അനുഷ്ഠിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. ഉറക്കം ഒഴിച്ചിരുന്ന് ഈ നമഃശിവായ ജപിച്ച്, പിന്നെ അത് കൂടുതലായിട്ട് നല്ല ദാമ്പത്യ ബന്ധത്തിനായെന്ന് കേട്ടിട്ടുണ്ട്. അത് നല്ല ഭർത്താവിനെ കിട്ടാൻ കന്യകമാർ ചെയ്യണതാണ്. പാർവതി ദേവി ചെയ്തിരുന്നു എന്നാണ് പറയണത്. നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് കന്യകമാർ ചെയ്തിരുന്നു തിരുവാതിര. അതിന് കുറേ ഐതിഹ്യങ്ങളുണ്ട്. പല നാട്ടിലേക്കും പല രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ശരിക്കും അങ്ങനെ കിട്ടുമോ? അത് നമ്മുടെ അല്ല, അത് എടുത്തിട്ടുള്ള എത്ര പേർക്ക് അത്രത്തോളം എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ജനിക്കുന്നത് എങ്ങനെയാ? പാസ്റ്റ് ലൈഫിൽ 25% കർമ്മമായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടാവുക. 75% ഈ ജന്മത്തിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളും 25% പാസ്റ്റ് ലൈഫ് കർമ്മമായിട്ടാണ് വരിക. അപ്പം ആ ജന്മത്തിൽ നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാവും ഇന്നതാണ് ഭർത്താവ് എന്ന്. നമ്മളായിട്ട് ഇവിടെ തേടി കണ്ടുപിടിക്കണമൊന്നുമില്ല. നമ്മളിവിടെ എത്ര വ്രതം എടുത്തിട്ടുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. പാസ്റ്റ് ലൈഫ് കർമ്മം ഉള്ളപ്പോൾ കിട്ടുമോ? ഇല്ല. ഇപ്പോൾ ഞാൻ ഈ വ്യക്തിനെ എൻ്റെ ഹസ്ബൻഡിലേക്ക് എത്തിപ്പെടാൻ ഞാൻ എത്രയോ കാലങ്ങളായിട്ടുള്ള യാത്രയിലായിരിക്കാം ഈ പുള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. എനിക്ക് നിയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ വേണ്ടാന്ന് ഞാൻ ദേവിയോട് പറഞ്ഞപ്പോൾ ദേവി ഒരു വാക്കിനോട് പറഞ്ഞത്, നിൻ്റെ ആ നിയോഗം മാറ്റാൻ എനിക്ക് പറ്റില്ല എന്ന്. എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് വേണ്ടാന്ന് ഞാൻ പറയുക സഹസ്രനാമാർച്ചനൊക്കെ ചെയ്തിട്ടിട്ട്. അപ്പോൾ ദേവി പറയാം, നിൻ്റെ ആ നിയോഗം മാറ്റാൻ എനിക്ക് പറ്റില്ല. അത് എന്തുകൊണ്ടാണ്? ഈ പുള്ളിനെ എനിക്ക് എവിടെ വിധിച്ചിട്ടുണ്ട്? ഞാൻ ജനിക്കുമ്പോൾ തന്നെ വിധിച്ചിട്ടുണ്ട്, ഇയാളാണ് നിനക്ക് വരിക ഭർത്താവായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന കാരണങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കാൻ ഇവൻ കൂടെ വേണമെന്ന് എപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിത് തട്ടി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് കണക്റ്റ് ആകുമ്പോൾ അപ്പോൾ അവിടെ വ്രതം ഞാൻ എടുത്തിട്ടുണ്ടോ? ഞാൻ ഒരു ഞാനൊരു വ്രതം എടുത്തിട്ടില്ല. ഇന്ന് വരെ ഞാനൊരു വ്രതം എടുത്തിട്ടില്ല. കാരണം ദേവി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇതിൽ പറയണില്ല നിൻ്റെ ശരീരത്തിനെ ദണ്ഡിപ്പിച്ചുകൊണ്ട് നീ വ്രതം എടുത്തിട്ട് നീ നേടുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് മാംസാഹാരം കഴിക്കില്ല എന്നുള്ളൂ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും രാവിലെ വലിയ നേരത്തൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കൊരു കറക്റ്റ് ഒരു ഇതുണ്ട്, ഒരു ടൈം ടേബിൾ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ നീങ്ങാണ് കഴിഞ്ഞ 12-13 വർഷമായിട്ട്. അത് കാരണം കൊണ്ട് എനിക്ക് വലിയ രോഗങ്ങളില്ല. ഡെയിലി പാൽപ്പായസം കഴിക്കുക, അതായത് ചൊവ്വ വെള്ളിയും പാൽപ്പായസമാണ്. അപ്പം നമുക്ക് വീടിനടുത്ത് ആരുമില്ല. അപ്പം ഞങ്ങൾക്ക് വേറെ അന്നത്തെ ദിവസം ഞങ്ങൾ രണ്ടാളും പൂജയിലായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് അടുക്കളയിൽ കയറി വെക്കാനും പറ്റില്ല. അപ്പം അന്നത്തെ ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ പാൽപ്പായസം കഴിക്കുക. വേറെ വല്ലവരാണെങ്കിൽ ഷുഗർ പിടിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് എന്താ കാരണമെങ്കിൽ ഇവിടെ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട് മാത്രമല്ല ഷുഗർ എന്നുള്ള അവസ്ഥ. ഇവിടെ ഭഗവാന്റെ നേദ്യമാണ് കഴിക്കണമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ അത് രോഗം ബാധിക്കണില്ല. അപ്പം നമ്മളുടെ വിശ്വാസം ഉണ്ടല്ലോ, അത് വലിയ പ്രാമുഖ്യമുണ്ട്, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതിന്. അല്ലാതെ നമ്മൾ കുറേ ഞാനതിനോട് എതിരൊന്നുമില്ല. അതായത് നമുക്കിത് ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആർക്ക് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും സൗകര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ ചെയ്യാം, വ്രതം എടുക്കാം. പക്ഷേ അടുത്ത നിമിഷം അതിന് ഇരട്ടി ഹെവി ഫുഡ് കഴിക്കുക, അതിന് ഇരട്ടി ഉറങ്ങുക, ഇരട്ടി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എന്ത് പോവും? നമ്മുടെ ശരീരത്തിൻ്റെ പരിവർത്തനത്തിൽ സ്റ്റക്ക് വരും. അപ്പം മുതൽ രോഗം വരാൻ തുടങ്ങും. ഒരുപാട് ആൾക്കാർ വ്രതം എടുത്തിട്ട് ഒരുപാട് മാറ്റം വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ എനിക്കറിയാം. വ്രതം മാത്രം എടുത്തിട്ട് മാറ്റം വന്ന ആൾക്കാരുണ്ട്, ജീവിതചര്യ മാറ്റിയ ആൾക്കാരുണ്ട്. നല്ല കാര്യമാണ് അത്. നല്ലതിനാണെങ്കിൽ നല്ല കാര്യം ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയണല്ലോ കേട്ടോ, വ്രതം എടുത്തിട്ടില്ല എന്നാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വ്രതം എടുത്താലാണ് എൻ്റെ ജീവിതചര്യ മാറ്റാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലാത്ത കാരണം ഞാൻ വ്രതം എടുത്തിട്ടില്ല. വ്രതം എടുത്ത ഒട്ടേറെ സ്ത്രീകൾ എനിക്കറിയാം, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്.